അധ്യായം 58. സത്യഭാമയുടെ തന്ത്രങ്ങൾ. സമയം കടന്നുപോയിട്ടും അഞ്ജലി നീലിമയെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത്. നീലിമ ഇപ്പോൾ കൃത്യമായി എവിടെയാണെന്ന് മാധവിയും വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. എങ്കിലും സുരക്ഷിതമായി അവൾ എവിടെയോ താമസിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. നീലിമയ്ക്ക് പുതിയ ജോലി ശരിയായ കാര്യങ്ങളും അഞ്ജലി ഉൾപ്പെടെ ആ വീട്ടിലെല്ലാവരും അറിഞ്ഞതാണ്. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അഞ്ജലി അമ്മയെ നോക്കി. അല്ല അമ്മേ, ഇനി നീലിമയ്ക്ക് പിറകില് ആരെങ്കിലും ഉണ്ടാവോ? അതായത് അവളെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടാവോ? അഞ്ജലി ചോദിച്ചു. അത് കേട്ട് സത്യഭാമ അഞ്ജലിയെ തന്നെ നോക്കി. അതെന്താ നിനക്കിപ്പോ അങ്ങനൊരു സംശയം? സത്യഭാമ ചോദിച്ചു. ഞാനന്ന് അവളുടെ ജോലി ഇല്ലാതാക്കാൻ കുറെ നോക്കിയതല്ലേ, എന്നിട്ടും അവൾക്ക് ആ ജോലി കിട്ടി. മാത്രമല്ല അവൾ ആ ചെക്കനെ ഈ സിറ്റിയിലുള്ള ബെസ്റ്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അവൾക്ക് അത്രമാത്രം ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ? ഞാനന്ന് അവസാനം കണ്ടപ്പോ അവൾ നല്ല ഹാപ്പി ആയിരുന്നു. അതാ എനിക്കൊരു സംശയം. അഞ്ജലി കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞു. അത് കേട്ട് സത്യഭാമയ്ക്കും അഞ്ജലി പറയുന്നത് ശരിയാണെന്ന് തോന്നി. പക്ഷെ അത് സമ്മതിച്ചു കൊടുത്താൽ അഞ്ജലി കൂടുതൽ വിഷമിക്കുമെന്ന് തോന്നിയതുകൊണ്ട് സത്യഭാമ ഉടനെ കയറി പറഞ്ഞു. ഏയ്, അങ്ങനെ ആര് സഹായിക്കാനാ അവളെ? ചിലപ്പോ ആ സ്കൂളിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര ഫീസൊന്നും കാണില്ല. അതാ അവൾക്കും ആ ചെക്കനെ അവിടെ ചേർക്കാൻ പറ്റിയത്. നീ കൂടുതൽ ഓരോന്നും ഓർത്തിട്ട് വിഷമിക്കാൻ നിൽക്കണ്ട, സത്യഭാമ പറഞ്ഞു. അത് കേട്ട് അഞ്ജലി അമ്മയെ നോക്കി. അമ്മ എന്താ ഈ പറയുന്നേ? ആ സ്കൂളിൽ തന്നെയല്ലേ ആദ്യയുടെ പെങ്ങളുടെ പയ്യൻ പഠിക്കുന്നത്? അവന്റെ ഫീസ് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെയുള്ള സ്കൂളിൽ നീലിമയ്ക്ക് ചെക്കനെ എങ്ങനെ ചേർക്കാൻ പറ്റും? അത് പണക്കാര് മാത്രം പഠിക്കുന്ന സ്കൂളാണ്, അഞ്ജലി പറഞ്ഞു. എന്റെ മോളെ, ചിലപ്പോ നീലിമയ്ക്ക് നല്ല ശമ്പളമുള്ള ജോലിയാണെങ്കിലോ ഇപ്പോ. അല്ലാതെ അവൾ ആര് സഹായിക്കാനാ? ഒരു കൊച്ചുള്ള പെണ്ണിന് എന്തായാലും നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു ചെറുപ്പക്കാരനും സഹായിക്കാൻ പോകുന്നില്ല. വല്ല കിഴവനും സഹായിച്ചാലേ ഉള്ളൂ, സത്യഭാമ പറഞ്ഞു. അത് കേട്ട് അഞ്ജലിക്ക് നീലിമയുടെ ജോലിയെ കുറിച്ചോർത്ത് അസൂയ തോന്നി. ആ ജോലി തെറിപ്പിക്കാൻ പല വഴി നോക്കിയിട്ടും നീലിമ ആ ജോലിയിൽ ഇപ്പോഴും തുടരുന്നത് ആലോചിച്ചപ്പോൾ അഞ്ജലിക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നി. അഞ്ജലിയുടെ മുഖം ശ്രദ്ധിച്ച സത്യഭാമ ഉടനെ പറഞ്ഞു. നീ വിഷമിക്കാതെ മോളെ, നീലിമ അധികം നാളൊന്നും സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, സത്യഭാമ പറഞ്ഞത് കേട്ട് അഞ്ജലിയുടെ മുഖം തെളിഞ്ഞു. അമ്മ അങ്ങനെ വെറുതെയൊന്നും പറയില്ല എന്ന് അവൾക്കറിയാം. സത്യഭാമ നീലിമയെ തകർക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചു കാണുമെന്നോർത്ത് അഞ്ജലി ആശ്വസിച്ചു. അപ്പോൾ വാസുദേവൻ അയാളുടെ മുറിയിലായിരുന്നു. തന്റെ ബിസിനസ് ഫയലുകളും മറ്റും അയാൾ അസ്വസ്ഥതയോടെ തിരിച്ചു മറിച്ചു നോക്കി. എവിടെയാണ് തകർച്ച തുടങ്ങിയതെന്ന് അയാൾ ഒരുപാട് സമയം ചിന്തിക്കുകയും കൂടെ ചെയ്തു. എന്നിട്ടും അയാൾക്കൊരു ഉത്തരവും കിട്ടിയില്ല. അപ്പോൾ അവിടേക്ക് സത്യഭാമ കയറി വന്നു. വാസുദേവൻ വളരെ അസ്വസ്ഥനായിരുന്നു. അത് കണ്ട സത്യഭാമ ചോദിച്ചു. എന്തു പറ്റി നിങ്ങൾക്ക്? മോൾ അത്രയും പറഞ്ഞിട്ട് ഒന്നും പറയാതെങ്ങ് പോന്നതാണല്ലോ, സത്യഭാമ ചോദിച്ചു. വാസുദേവൻ അതിന് മറുപടി പറയാതെ തല ഉയർത്തി രൂക്ഷമായി അവളെ നോക്കി. അയാളുടെ നോട്ടം കണ്ട സത്യഭാമ ഉടനെ മുഖത്തെ ഭാവം മാറ്റി സങ്കടം വരുത്തി. എന്നിട്ട് പറഞ്ഞു. അഞ്ജലി മോളുടെ സങ്കടം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന് എന്റെ പേടി. എനിക്കാകെ അവളല്ലേ ഉള്ളൂ, സത്യഭാമ പറഞ്ഞത് കേട്ട് വാസുദേവന്റെ മനസ്സും ഒന്ന് പിടഞ്ഞു. അയാൾ അപ്പോൾ അഞ്ജലിയെ കുറിച്ച് ചിന്തിച്ചു. എനിക്ക് മോളെപ്പറ്റി ചിന്തയില്ലെന്നാണോ നിന്റെ വിചാരം? അവളെ കുറിച്ചല്ലാതെ ആരെ കുറിച്ചാണ് എനിക്ക് ഓർക്കാനുള്ളത്? വാസുദേവൻ വിഷമത്തോടെ ചോദിച്ചു. അപ്പോൾ സത്യഭാമ അയാളുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്നിരുന്നു. അഞ്ജലിയുടെ കാര്യത്തില് എന്തെങ്കിലും ചെയ്യണം ചേട്ടാ, സത്യഭാമ പറഞ്ഞത് കേട്ട് വാസുദേവൻ അവളെ നോക്കി. ഞാൻ ശ്രമിക്കുന്നുണ്ട് ഭാമേ. ആദിയുടെ കുടുംബം നമ്മളുമായിട്ട് എത്ര കാലത്തെ ബന്ധമാണ്. എന്നിട്ട് ഈ അവസാന നിമിഷം പൈസയുടെ കാര്യം പറഞ്ഞ് വിവാഹം നീട്ടുമെന്ന് ഞാൻ അറിഞ്ഞു. നമുക്ക് ഒരു തകർച്ച വരുമ്പോ കൂടെ നിൽക്കേണ്ടവരല്ലേ ആദിയുടെ വീട്ടുകാര്, വാസുദേവൻ ചോദിച്ചു. അതൊക്കെ എനിക്കും അറിയാം. പക്ഷേ ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളിപ്പോ ആലോചിക്കേണ്ടത് അഞ്ജലിയുടെ വിവാഹം നടത്താൻ പൈസ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്, സത്യഭാമ പറഞ്ഞു. അത് കേട്ടു വാസുദേവൻ സംശയത്തോടെ അവളെ നോക്കി. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? നമ്മൾ എങ്ങനെ പണം ഉണ്ടാക്കുമെന്നാ? ഇപ്പൊ തന്നെ സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടിലാണെന്ന് അറിയാലോ നിനക്ക്. അപ്പോ ഒരു കല്യാണമൊക്കെ നടത്താൻ ഇന്നത്തെ കാലത്ത് എന്ത് ചെലവ് വരുമെന്ന് അറിയാമോ? ലക്ഷങ്ങൾ വേണ്ടിവരും, വാസുദേവൻ പറഞ്ഞു. അത് കേട്ട് സത്യഭാമ ഉടനെ ചോദിച്ചു. ഞാനൊരു വഴി പറയട്ടെ, വാസുദേവൻ അതെന്താണെന്ന് അറിയാനുള്ള ഭാവത്തിൽ അവളെ നോക്കി. നമുക്ക് നീലിമയൊന്ന് കണ്ടുപോയി സംസാരിച്ചാലോ, സത്യഭാമ ചോദിച്ചത് കേട്ട് വാസുദേവന്റെ നെറ്റി ചൊളിഞ്ഞു. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. ദേ ഭാമേ, ആ എരണം കെട്ടവളുടെ കാര്യം മേലാൽ എന്നോട് സംസാരിച്ചു പോകരുത്. എന്നെ ആൾക്കാരുടെ മുന്നിലൊക്കെ നാണം കെടുത്തി കടന്നു കളഞ്ഞവളാ ആ മൂദേവി, വാസുദേവൻ പറഞ്ഞത് കേട്ട് സത്യഭാമ മനസ്സിൽ ചിരിച്ചു. സത്യത്തിൽ നീലിമയോട് അയാൾക്കുള്ള വെറുപ്പ് കൂട്ടാൻ തന്നെയാണ് സത്യഭാമ അങ്ങനെ പറഞ്ഞത്. അവർക്ക് മറ്റൊരു വിഷയം സംസാരിക്കാനുണ്ടായിരുന്നു. അതിനുള്ള ആദ്യ പടിയായിരുന്നു അത്. വാസുദേവൻ അപ്പോൾ സത്യഭാമയെ നോക്കി. എന്നിട്ട് സംശയത്തോടെ ചോദിച്ചു. അല്ല, നമ്മൾ പോയി സംസാരിച്ചാൽ തന്നെ അവളിനി സുധാകരനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ ഇനി എനിക്ക് നാണം കെടാൻ വയ്യ, അയാൾ ചോദിച്ചത് കേട്ട സത്യഭാമ ഉടനെ വിഷയം അവതരിപ്പിച്ചു. ഞാനതിന് അവളെ കിടങ്ങനക്കോട്ട് കെട്ടിക്കുന്ന കാര്യമല്ല പറഞ്ഞു വന്നത്. വേറെ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊന്നും അറിയണ്ട, നീലിമയെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. കോടികൾ കയ്യിൽ കിട്ടും, സത്യഭാമ ഉത്സാഹത്തോടെ പറഞ്ഞു. അത് കേട്ട് വാസുദേവൻ ഭാര്യയെ നോക്കി ചോദിച്ചു. എന്ന് വെച്ചാ? അത് പിന്നെ സ്പാർക്കിൾ എന്നൊരു ഏജൻസി ഉണ്ട്. അത്ര ഫേമസ് അല്ല,
അവരാണ് നിശ ക്ലബ്ബ് പോലത്തെ ഏരിയയിൽ പെൺകുട്ടികളെ ഏർപ്പാട് ചെയ്യുന്നത്, ഈ ഡാൻസിനും മറ്റുമൊക്കെ. ഇടയ്ക്കൊന്ന് പതറിയെങ്കിലും സത്യഭാമ പറഞ്ഞൊപ്പിച്ചു. ഭാര്യ പറഞ്ഞത് കേട്ട് വാസുദേവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അയാൾ അവരെ രൂക്ഷമായി നോക്കി. എന്നിട്ട് ചോദിച്ചു, ഏത്, ഈ അഴിഞ്ഞാടുന്ന പെണ്ണുങ്ങൾ ഏർപ്പാട് ചെയ്യുന്ന ഏജൻസിയോ? ഞാൻ കേട്ടിട്ടുണ്ട് അവരെക്കുറിച്ച്. അവർക്ക് പെൺവാണിപ്പന്മാരെ ഉണ്ടെന്ന കേൾവി. അത് ശരിയാവില്ല, വാസുദേവൻ തീർത്തു പറഞ്ഞു. അത് കേട്ട് സത്യഭാമയുടെ മുഖം വാടി. നീലിമയെ അത്തരമൊരു സാഹചര്യത്തിൽ കാണാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. പ്രായത്തിൽ മൂത്തയൊരാളെ വിവാഹം കഴിച്ചാലും അവൾ അന്തസ്സായി ജീവിക്കണം. അതോടൊപ്പം ഫാമിലിയുടെ ബിസിനസിനും ആ ബന്ധം സഹായകമാവണമെന്നേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് വാസുദേവൻ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത്. അവൾ തന്റെ വഴിക്ക് വരാത്തതിലും മറ്റുമുള്ള ദേഷ്യമാണ് വാസുദേവൻ അവളോട് കാണിച്ചിരുന്നത്. ഭർത്താവിന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച സത്യഭാമ പറഞ്ഞു, അതൊക്കെ വെറുതെ ആളുകൾ പറയുന്നതാണ്. ഈ ഡാൻസും മറ്റുമൊക്കെയാണ് അവിടെ നടക്കുന്നത്. നീലിമയെ അവർ ഡാൻസൊക്കെ പഠിപ്പിച്ച് കൂടെ നിർത്തിക്കോളും. അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നടക്കില്ല ഭാമേ, എനിക്ക് പറ്റില്ല ഇതിനൊക്കെ കൂട്ടുനിൽക്കാൻ. നീ വേറെ വല്ല വഴിയുണ്ടെങ്കിൽ പറ. വാസുദേവൻ പറഞ്ഞു. ഹോ, നിങ്ങൾക്കപ്പം നീലിമയെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂലേ? ഞാനും എന്റെ മോളും അല്ലെങ്കിലും എന്നും പുറത്താണല്ലോ. അഞ്ജലി മോൾക്ക് അച്ഛനെന്ന് പറഞ്ഞ ജീവനാണ്. അതുപോലെയല്ല നീലിമയ്ക്ക്. ഇതൊക്കെ ഓർത്തു വേണം എന്തെങ്കിലും പറയാൻ. സത്യഭാമ അയാളെ മോപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഒടുവിൽ സഹിക്കട്ട വാസുദേവൻ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇപ്പോ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. വാസുദേവൻ പറഞ്ഞത് കേട്ട് സത്യഭാമ പകുതി വിജയിച്ച മട്ടിൽ ചിരിച്ചു. അവരുടെ ചിരി വാസുദേവൻ കണ്ടില്ല. മറ്റൊരു ദിവസം നീലിമ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു. കാലിന് പൂർണ്ണമായും ഭേദമായിരുന്നില്ല. എങ്കിലും അവൾക്ക് ഓഫീസിൽ പോകാതെ വീട്ടിലേക്കാൻ തോന്നിയതേയില്ല. വല്ലാത്ത മടുപ്പായിരുന്നു മൊത്തത്തിൽ. മല്ലിക അവളോട് അന്നും കൂടി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞെങ്കിലും നീലിമ അവരുടെ വാക്കു കേൾക്കാതെ ഓഫീസിലെത്തി. തന്റെ ക്യാബിലിരുന്ന നീലിമ ലാപ്ടോപ്പിൽ ഓരോ ഫയലുകളും എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കെ അവൾക്ക് ഒരു ഫോൺ വന്നു. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നായിരുന്നു കോള്. നീലിമ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, നീലിമ പറഞ്ഞു. ഹലോ മിസ് നീലിമ, ഞാൻ ആക്ടർ രാംദേവ് ആണ്. ഒരു വശത്തു നിന്ന് റാം പറഞ്ഞു. നീലിമ ആകെ ഞെട്ടിപ്പോയി. ആ സമയം രാംദേവിന്റെ കോള് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പറയൂ റാം, നീലിമ വെപ്രാളം മറച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്തത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നീലിമയ്ക്ക് ബുദ്ധിമുട്ടില്ലേ? ഒന്ന് പുറത്തേക്ക് വരാമോ? റാം പറഞ്ഞു. അയ്യോ, താങ്കൾ എന്തിനാണ് അതൊക്കെ എടുത്തോണ്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരാമായിരുന്നല്ലോ. നീലിമ പറഞ്ഞു. അത് കേട്ട് റാം ചിരിച്ചു. അതൊന്നും കുഴപ്പമില്ല മിസ് നീലിമ, ഒന്ന് ഓഫീസിന് പുറത്തേക്ക് വന്നാൽ മതി, റാം പറഞ്ഞു. അത് കേട്ട നീലിമ അത്ഭുതത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അല്ല രാംദേവ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ബുദ്ധിമുട്ടായി കാണുമല്ലേ? നീലിമ ചോദിച്ചു. താനാ ക്യാബിൻ ഡോർ ഒന്ന് തുറന്നേ, ഞാനതിന് മുന്നിലുണ്ട്, രാംദേവ് പറഞ്ഞു. അപ്പോൾ നീലിമയ്ക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നി. അയാൾ വളരെ ഫേമസ് ആക്ടറാണെന്ന് ഓഫീസിൽ എല്ലാവർക്കും അറിയാം. അവരെല്ലാം അയാൾ അവിടെ കണ്ടാൽ എന്തൊക്കെ ഗോസിപ്പുകൾ അടിച്ചിറക്കുമെന്ന് അറിയില്ല. നീലിമ അങ്ങനെ ഓർത്ത് തരിച്ചു നിൽക്കെ ക്യാബിൻ ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. കമിൻ, നീലിമ പറഞ്ഞു. അപ്പോൾ അകത്തേക്ക് രാംദേവ് കയറി വന്നു. അയാൾ ഒരു ഡെലിവറി ബോയുടെ വേഷത്തിലായിരുന്നു വന്നത്. ഒറ്റ നോട്ടത്തിൽ അത് ആക്ടർ രാംദേവ് ആണെന്ന് മനസ്സിലാവില്ല. നീലിമയ്ക്ക് അയാളുടെ വേഷം കണ്ട് ആശ്വാസം തോന്നി. അയാൾ നീലിമയെ നോക്കി ചിരിച്ചു. നീലിമ, സർപ്രൈസ് ആയില്ലേ? രാംദേവ് അവളുടെ നോട്ടം കണ്ടു ചോദിച്ചു. ഇരിക്കൂ റാം, നീലിമ പറഞ്ഞു. ഇതാ തന്റെ ഡ്രസ്സ്. രാംദേവ് അവൾക്ക് നേരെ ഒരു ഡ്രസ് പാക്കറ്റ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ അത് വാങ്ങി. എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ റാം, ഇവിടെ നിങ്ങൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ ആകെ സീനാവും. പെട്ടെന്ന് പോവാൻ നോക്ക്, അല്ലേ നിങ്ങളുടെയും എന്റെയും ജോലിയെ വരാതെ ബാധിക്കും, നീലിമ വെപ്രാളത്തോടെ പറഞ്ഞു. അത് കേട്ട് റാം ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. എന്നെ എന്തായാലും ഈ വേഷത്തിൽ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. താൻ അതോർത്ത് ടെൻഷൻ ആവണ്ട. എന്തായാലും ഞാൻ ഇറങ്ങുവാ, പിന്നെ കാണാം, രാംദേവ് പറഞ്ഞു. താങ്ക്സ്, നീലിമ പിറകിൽ നിന്ന് പറഞ്ഞു. അത് കേട്ട് രാംദേവ് അവളെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങിയപ്പോൾ അവിടേക്ക് പ്രിയങ്കയും സൂര്യയും കടന്നു വന്നു. പ്രിയങ്ക രാംദേവിനെ കണ്ടപ്പോൾ ഞെട്ടി. അവൾക്ക് അയാളെ വേഗം മനസ്സിലായിരുന്നു. അയ്യോ, ഇത് നട റാമല്ലേ? പ്രിയങ്ക ഉറക്കെ ചോദിച്ചു. ഒന്ന് പതുക്കെ പറ, എല്ലാരും കേൾക്കും, നീലിമ പ്രിയങ്കയോട് പറഞ്ഞു. അല്ല, സാറെന്താ ഇവിടെ? പ്രിയങ്ക നീലിമ പറഞ്ഞത് കാര്യമാക്കാതെ അയാളോട് ചോദിച്ചു. ചുമ്മാ വന്നത്, രാംദേവ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കൊരു ഓട്ടോഗ്രാഫ് തരാമോ? പ്രിയങ്ക അവളുടെ ഡയറി തപ്പിയെടുത്ത് അവന്റെ നേർക്ക് നീട്ടി. പിന്നെന്താ? രാംദേവ് ആ ഡയറി വാങ്ങി സൈൻ ഇട്ടു കൊടുത്തു. നീലിമ ഇതെല്ലാം കണ്ട് ആകെ വെപ്രാളത്തിലായിരുന്നു. അവിടെ വെച്ച് ആരെങ്കിലും രാംദേവിനെ തിരിച്ചറിയുമോ എന്ന പേടി അവളുടെ മുഖത്തുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച രാംദേവ് അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചില്ല. നിങ്ങളുടെ മാഡം വല്ലാതെ പേടിച്ചു നിൽക്കുക, അതുകൊണ്ട് ഞാൻ ഇറങ്ങട്ടെ, പിന്നെ കാണാം നീലിമ, രാംദേവ് ചിരിയോടെ പറഞ്ഞു. നീലിമ ശരിയെന്ന് തലയാട്ടി. രാംദേവ് ക്യാബിനിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പ്രിയങ്കയും സൂര്യയും അയാളുടെ കൂടെ നടന്നു. ഓഫീസിൽ ആരെങ്കിലും അയാളെ തിരിച്ചറിയുമോ എന്ന പേടി അവർക്കുമുണ്ടായിരുന്നു. അപ്പോഴാണ് രാംദേവ് അറിയാതെ സാമലക്സുമായി കൂട്ടിയിടിക്കുന്നത്. അത് കണ്ടു ഞെട്ടിയ സൂര്യ പ്രിയങ്കയെ നോക്കി. എല്ലാം തീർന്നെന്നാ തോന്നുന്നേ, സൂര്യ പറഞ്ഞു. അപ്പോൾ പ്രിയങ്ക പരിഭ്രമത്തോടെ സാമലക്സിനെ തന്നെ നോക്കി. രാംദേവ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഉടനെ തന്നെ ഓഫീസിൽ നിന്നിറങ്ങി. സാമലക്സ് സംശയത്തോടെ അയാളെ നോക്കി നിന്നു. അത് കണ്ട ധ്യാൻ ചോദിച്ചു. എന്താ സാം, എന്തു പറ്റി? അല്ല, അത് ആക്ടർ രാംദേവ് ആണോ?
സാമലക്സ് ചോദിച്ചു. അത് ഡെലിവറി ബോയ് അല്ലേ? ഞാൻ ചോദിച്ചു. അയാൾക്ക് രാംദേവിന്റെ ഛായയുണ്ട്. സാമലക്സ് പറഞ്ഞു. അങ്ങനെ ഒരുപോലെയുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും ആയിരിക്കും, അല്ലാതെ ആക്ടർ രാംദേവ് എന്തിനു നമ്മുടെ ഓഫീസിൽ ഡെലിവറി ബോയ് ആയി വരണം? ഞാൻ ചോദിച്ചു. അവൻ ചോദിച്ചത് ശരിയാണെന്ന് സാമലക്സിനും തോന്നി. എന്നാ ചിലപ്പോ എനിക്ക് തോന്നിയതാവും. നീ വാ, സാമലക്സ് പറഞ്ഞു. അയാൾ പറഞ്ഞത് കേട്ട പ്രിയങ്ക ആശ്വാസത്തോടെ സൂര്യയെ നോക്കി.